നിങ്ങളുടെ മരണപ്പെട്ടു പോയ വാപ്പ, നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ, നിങ്ങളുടെ മരണപ്പെട്ടു പോയ സഹോദരങ്ങള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളിൽ നിന്ന് മരിച്ചു പോയല്ലോ. അവർക്ക് എങ്ങനെ ദ്വാരക്കണമെന്ന് 6660 ചെല്ലുവാനും ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ? ഏത് സമയത്താ പടച്ചവനത് പറഞ്ഞത്? അവനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യൻ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിൽ വെച്ചാണല്ലോ. ആ സുജൂദിൽ എന്ത് ചൊല്ലണമെന്ന് ഖുർആനിലില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നലകളിലും മരണപ്പെട്ടു പോയ ഉസ്താദുമാർക്കുള്ള ദുആ എങ്ങനെയാ? റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. പ്രിയപ്പെട്ടവരെ, ഖുർആനിലുണ്ട് തന്റെ ചൂടും ചൂരുമേറ്റ് തന്നോടൊപ്പം രാത്രി പങ്കിടുന്ന മാറിടത്തിന്റെ സുഗന്ധമേറ്റ് വാങ്ങുന്ന, തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ്, അവർക്ക് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അവനുമായി ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ ഖുർആനിൽ നിന്ന് പറയാതിരിക്കുമ്പോഴും പടപ്പുകളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചില്ലേ? തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാക്ക് എങ്ങനെയാ ദുആരക്കേണ്ടത്? ജന്മം നൽകിയ വാപ്പക്ക് എങ്ങനെയാ ദുആരക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, ചെറിയ പ്രായത്തിൽ എന്നെ കരുണയോടെ നോക്കിയ എന്റെ ഉമ്മാക്ക് വാപ്പാക്ക് നീ കരുണ ചൊരിയണം അല്ലാഹ്. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദുആയല്ലേ? നോക്കിയ നിങ്ങൾ എത്ര മഹത്വമാണ് മാനുഷിക ഗുണങ്ങൾ, മാനുഷിക പരിഗണന, മാനുഷിക ബന്ധങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. 11 മണിയാകുമ്പോ 11 കാലാകുമ്പോ പ്രസംഗം നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് മംബഉ സആദക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിങ്ങൾ തരുന്ന സാധനങ്ങൾ, തരുന്ന ആ ഒരു തുക ഓഫർ ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ എഴുതിയെടുത്ത് നമുക്ക് നന്നായിട്ട് ദുആ ചെയ്ത് അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ മനോഹരമായ നമ്മുടെ മുൻഗാമികൾ അവരെ ഓർമ്മിപ്പിക്കുന്ന നിലയിലുള്ള, ഇന്നിപ്പോ എല്ലാം മാറിയല്ലോ, ഇന്നിപ്പോ ഉറൂസുകൾ പോലും എന്തോ ഒരു ശുദ്ധ അസംബന്ധങ്ങളാ ഉറൂസിന് പോലും നടക്കുന്നത്. ഒറ്റ ഒരുത്തനെയും അത് ഏത് മഹല്ല് കമ്മിറ്റിയാണെങ്കിലും പോയി പണി നോക്കട, വീട്ടിലിരിക്കടാ എന്ന് പറയാൻ ഉലമാക്കൾക്ക് തന്റെ ഇടമുണ്ടാകണം. എന്താ കാര്യം എന്നറിയോ? മഹാന്മാരുടെ മക്കാമും ആ മക്കാമ് ഉറൂസ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട്. ഞാൻ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഒന്നുമല്ല, ഞാൻ 916 സുന്നി തന്നെയാണ്. പക്ഷേ ഇന്ന് ഉറൂസുകളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കുറെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. ആനയെ കൊണ്ടുവന്ന് മുട്ടയെടുത്തിട്ട് മരത്തിന്റെ പൊത്തിലിരിക്കുന്ന പാമ്പിന് കൊടുക്കുന്ന പരിപാടി. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉറൂസിന് അവിടെ കിടക്കുന്ന മഹാന് തിരിച്ചു വരാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുത്താൽ, ഈസാ നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞാൽ മരിച്ചടക്കുന്ന ആള് ചാടി എണീക്കുമായിരുന്നു. ആ ഒരു ഭാഗ്യം ഈ കാലഘട്ടത്തിൽ എങ്ങാനും അല്ലാഹു കൊടുത്ത സകല മഖ്ബറകളിൽ നിന്നും മഹാന്മാർ എഴുന്നേറ്റ് അതിന്റെ കമ്മറ്റിക്കാരെ കഴുത്തിന് പിടിച്ചിട്ട് നാഭിക്ക് ചവിട്ടും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അള്ളാന്റെ റസൂലിന്റെയും അള്ളാന്റെ ഔലിയാക്കളുടെയും പേരിൽ തോന്നിയാസം പൈസ വേണമെങ്കിൽ വേറെ പണി നോക്കണം, വേറെ പണിക്ക് പോകണം. പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഉറൂസ് വേണം, മഹാന്മാരെ ആദരിക്കണം. അവരൊക്കെ നമ്മളെ പോലത്തെ മനുഷ്യരല്ല, സർവ്വതും അള്ളാഹ്ക്ക് ത്യജിച്ചവരാണ്. ഉറൂസുകൾ നടക്കണം. പക്ഷെ ആ ഉറൂസിന്റെ പേരിൽ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വലിയ വായും തുറന്നു വെച്ചിട്ട് തൊട്ടപ്പുറത്ത് മരണക്കിണർ. ആർക്ക് വേണ്ടിയിട്ട്, ആരെ പ്രതിപ്പെടുത്താനാ? തൊട്ടപ്പുറത്ത് മരണക്കിണർ. ആ മരണക്കിണറിൽ പൈസ ഉണ്ടാക്കുന്നു. ഇവിടെ ഞാൻ നിന്ന് മതം പറയുന്നു. അപ്പുറത്ത് ദുനിയാവിന്റെ കച്ചവടം. പൈസ എന്താ ഇരിക്കുന്നത് നിങ്ങളെ? ഞാൻ കൊണ്ടാവുന്ന പിന്നെ തങ്ങൾ എന്തായാലും എടുത്ത് തിരിച്ചിടണ്ട, അങ്ങോട്ടോളി.
തങ്ങളെ ഉദ്ഘാടനം ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഈ ബക്കറ്റുകളെ തങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട അത് വലിയൊരു തുകയാണ് എടുത്തത്. അപ്പൊ നിങ്ങളും ചെറുതാക്കി കളയരുത് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിലവിലുള്ള നോട്ട് 12 മണി ആയില്ലേ, ഇവിടെ നോട്ടിന്റെ നിരോധനം പറഞ്ഞെന്ന് പറയാൻ പറ്റൂല, ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാ തോന്നുന്നത്. അപ്പൊ ഏതായാലും ഉള്ളതിൽ ഏറ്റവും നോട്ട് ഇഷാവര നിങ്ങൾ കണ്ടത് ഏറ്റവും വലിയ നോട്ട് എടുത്തിട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സ്വതക്ക സ്വീകരിക്കട്ടെ. അല്ലാഹു ജാരിയായി സ്വതക്ക ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ശ്രദ്ധിച്ചോളി, ബക്കറ്റ് അതിന്റെ വഴിക്ക് നടക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ലേ? ഇതെല്ലാം പഠിപ്പിച്ചതല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഉറൂസുകൾ, അത് പോട്ടെ, അതിന്റെ വഴിക്ക് നമുക്കങ്ങ് വിടാം. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇടപെടൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അവൻ പൊറുക്കും. നമ്മുടെ റബ്ബല്ലേ, കരുണാമയനായ കാരുണ്യവാനായ പടച്ചോൻ പൊറുക്കാതിരിക്കോ നമ്മളോട്? പക്ഷേ ആ പടച്ചവൻ പഠിപ്പിച്ച പടപ്പുകളോടുള്ള കടമകളിൽ വീഴ്ച വരുത്തുന്നവനെ ഒരിക്കലും അല്ലാഹു വിടില്ല. നിസ്കാരം എത്ര റക്അത്താണെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? നിസ്കാരം എത്ര വഖത്താണെന്നത് പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉലമാക്കൾ ഇജ്തിഹാദ് ചെയ്ത് പറഞ്ഞതിനപ്പുറത്ത് വിശുദ്ധമായ നമസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല അതിനകത്ത് ഇങ്ങനെ നിസ്കരിക്കണം, കൈ ഇവിടെ കെട്ടണം, ആ നമസ്കാരം ആര് ഇമാമത്ത് നിൽക്കണം, ആര് മാമൂമായി നിൽക്കണമെന്ന് ഖുർആനിലില്ല. അതെല്ലാ തിരുനബിയുടെ വാക്കുകളിലാണ്, ഹദീസ് ശരീഫുകളിലാ പരിചയപ്പെടുന്നത്. നോമ്പ് പിടിക്കുന്നതിനെ പറ്റിയിട്ട്, നോമ്പ് ഇന്നത് മുറിച്ചാൽ ഇന്നത് കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകും, ഇന്നത് പറഞ്ഞാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഖുർആനിന്റെ ആയത്തുകളല്ല, അതെല്ലാം ഹദീസുകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഹജ്ജിന് ഇന്ന വേഷം ധരിക്കണം, ഹജ്ജിന് ഇവിടെ നിന്ന് ആരംഭിക്കണം, ഇതെല്ലാം വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളോ ഉംറയുടെ രീതികളോ വിശുദ്ധ ഖുർആൻ പറയാതിരിക്കുമ്പോ സകാത്ത് എന്ന് പറയുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം പ്പോ ഹജ്ജ് അല്ലാഹുമായി ബന്ധപ്പെട്ടതാ, നോമ്പ് പടച്ചോരുമായി ബന്ധപ്പെട്ടതാ, നിസ്കാരം അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടതാ. അവിടെയെല്ലാം അല്ലാഹു തആല പറയുന്നതിൽ ലിമിറ്റ്സ് വെച്ചപ്പോൾ അല്ലാഹു സകാത്ത് എന്ന പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നില്ലേ? അവിടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയതെന്താ? ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പെങ്ങളെ. കണ്ണിൽ നിൽക്കുന്ന തന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് എടുത്ത് കൊടുക്കുന്നതിന്റെ പേരല്ല സകാത്ത്. റമദാൻ മാസത്തിൽ ഒരു കസേര വലിച്ചിട്ട് ആ കസേരയിലേക്ക് കയറിയിരുന്നിട്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ചില്ലറ വാങ്ങി ചേഞ്ച് വാങ്ങിയിട്ട് വലിയ ഒരു സഞ്ചിക്കകത്താക്കിയിട്ട് തന്റെ വീട്ടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവർക്ക് 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 2 രൂപ, 1 രൂപ എന്ന നിലയില് മുഖം നോക്കിയിട്ട് എടുത്തു കൊടുത്തിട്ട് തന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ക്യൂ നഗരമധ്യത്തിലൂടെ അങ്ങനെ നീണ്ടു പോകുമ്പോൾ ഞാനിതാ വലിയ ധർമ്മിട്ടനാണ് എന്ന് സ്വയം പുകഴ്ത്തിയിട്ട് വലിയ ആളായിക്കൊണ്ട് ധർമ്മം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ സക്കാത്ത് കൊടുത്തു എന്ന് അവകാശം പറയുന്നവരെ ഇല്ല, ഇതിന്റെ പേര് സക്കാത്ത് എന്നല്ല. സക്കാത്ത് അല്ലാഹു 8 കൂട്ടർക്ക് കൊടുക്കണമെന്നാ പഠിപ്പിച്ചത്. 9ാമതൊരു കൂട്ടരില്ല. 8 കൂട്ടം ആളുകളെ അല്ലാഹു എണ്ണിയല്ലേ പഠിപ്പിച്ചത്. നിസ്കാരത്തിന്റെ റക്അത്ത് അല്ലാഹു പറയാതിരുന്നപ്പോ ഹജ്ജ് ചെയ്യുന്നതിന്റെ അമലുകൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് അല്ലാഹു പറയാതിരുന്നപ്പോൾ സഹോദരങ്ങളെ, നോമ്പ് പിടിക്കുമ്പോൾ ഏതെല്ലാം കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് പറയാതിരുന്നപ്പോ സക്കാത്തിന്റെ വിഷയം വന്നപ്പോ അല്ലാഹു തആല പറഞ്ഞതെന്താ? സൂറത്തു إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. الله 8 കൂട്ടരെ എണ്ണി പറയുകയാ. 8 കൂട്ടം ആളുകളെ എണ്ണി പറഞ്ഞു, ഇവർക്കാ നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതിനപ്പുറത്ത് സക്കാത്തിന്റെ പൈസ പള്ളിക്ക് തായോ എന്ന് പറഞ്ഞ് വരുന്നവന് കൊടുത്ത സക്കാത്താവൂല. അതിന്റെ പേര് സദഖ എന്നോ ഹദി എന്നോ ഹിബത്ത് എന്നൊക്കെ ഗിഫ്റ്റ് എന്നൊക്കെ ആവുള്ളൂ. സക്കാത്ത് പള്ളിക്ക് വാങ്ങിക്കൂടല്ലോ.
സക്കാത്ത് പള്ളിക്ക് വാങ്ങിക്കൂടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സക്കാത്ത് ഈ 8 കൂട്ടരല്ലാത്ത ഒരു കൂട്ടർക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് 5 സ്തംഭങ്ങളിൽ പഞ്ചസ്തംഭങ്ങളിൽ നിസ്കാരത്തിന്റെ ആ രീതിയും നോമ്പിന്റെ രീതിയും ഹജ്ജിന്റെ രീതിയും പറയാതെ അല്ലാഹു തആല മനുഷ്യരുമായി ബന്ധപ്പെട്ട സക്കാത്തിന്റെ വിഷയം വന്നപ്പോ ഇന്ന കൂട്ടർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, മാനുഷിക പരിഗണന ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ള പഠിപ്പിച്ചത്. സംസ്കാരത്തിന് കുറവൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഇന്നത്തെ ആളുകളുടെ കുഴപ്പം പടപ്പുകളോടുള്ള കാര്യങ്ങളിൽ, ബാധ്യതകളിൽ നമുക്ക് വീഴ്ച. അത് അല്ലാഹു പൊറുക്കില്ല. അത് ഒരിക്കലും അല്ലാഹു നമ്മളിൽ നിന്ന് പൊറുക്കില്ല. നോക്കൂ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ സദസ്സിൽ വെച്ചെങ്ങാനും മരിച്ചുപോയാൽ എന്നെ കൊണ്ടുവയ്ക്കുന്ന ഖബറുണ്ടല്ലോ, അതിന്റെ പേര് ബർസഖ് എന്നാണ്. ബർസഖ് എന്ന് പറഞ്ഞ അർത്ഥം മറയെന്നാണ്. ജീവിച്ചിരിക്കുന്നവരെ ഖബറിന്റെ അടുക്കൽ വന്ന്, എന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ടവരാ 6 അടി മണ്ണിന്റെ അടിയിൽ ഞാൻ കിടക്കുമ്പോ എന്റെ ഖബറിന്റെ മുകളിൽ വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും എന്റെ ഖബറിനകത്ത് നടക്കുന്നതിനെ പറ്റി നോക്കാൻ ഉദ്ദേശിച്ചാൽ, മണ്ണ് മാറ്റിയിട്ട് പലകയെടുത്തിട്ട് നോക്കിയാൽ എന്നെ എങ്ങനെയാണോ കൊണ്ടുവച്ചത് ആ പൊതിയപ്പെട്ട അവസ്ഥയിലല്ലാതെ കാണൂലല്ലോ. ഞാൻ നല്ലവനാണെങ്കിൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റൂല. ഞാൻ മോശക്കാരനാണെങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റൂല. ഇതെല്ലാം മറയ്ക്കപ്പെട്ടതാണ്. അതാണ് പറഞ്ഞത്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നിങ്ങൾക്ക് മറയ്ക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഖബറാണത്. മരിച്ചവരെ പറ്റി അത്രയും പറഞ്ഞല്ല സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിനകത്ത് നടക്കുന്നതിനെ പറ്റി ഖുർആനിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണേ. പക്ഷെ മരണപ്പെട്ടു പോയ ആളിനെ പറ്റി പറയുന്നതിന് അല്ലാഹു തആല പരിധികൾ വെച്ചു. എന്നാൽ ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി ഖുർആൻ വാചാലമായി. അനന്തര സ്വത്ത്, ഭാര്യയ്ക്ക് ഇത്ര, ഉമ്മാക്ക് ഇത്ര. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. കാറ്റുപോയൊരു മനുഷ്യൻ, അവന്റെ ജീവൻ പോയി, അവനെ കൊണ്ടുവന്ന് അയ്യായ പള്ളി ഖബർസ്ഥാനിൽ അടക്കി. അതോടുകൂടി ചർച്ച തീർന്നു. അള്ളാന്റെ ഖുർആൻ പിന്നെ അവനെ പറ്റി പറയുന്നില്ല. കഴിഞ്ഞല്ലോ. ഇനി അല്ല പറയുന്നത് എന്താണ്? ഈ മരിച്ചവന്റെ ഭാര്യ, ഈ മരിച്ചവന്റെ ഉമ്മ, ഈ മരിച്ചവന്റെ ബാപ്പ, ഈ മരിച്ചവന്റെ മക്കള്, ഈ മരിച്ചവരുടെ സഹോദരങ്ങൾ, അവർക്ക് ഈ സ്വത്തിൽ ഇത്രയുണ്ട്, സുമുനുണ്ട്, സുദുസുണ്ട്, റുബുണ്ട്, നിസ്ഫുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്ര ഓഹരി എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ വാചാലമാകുന്നുണ്ട്. സൂറത്തുൻ നിസായില് ഹാഫിളീങ്ങളോട് ചോദിച്ചറിയാം, ഏറ്റവും കൂടുതൽ പഠിക്കാൻ പ്രയാസമുള്ളത് ഈ ഭാഗങ്ങളെന്നാണ് പല ഹാഫിളീങ്ങളും പറഞ്ഞിട്ടുള്ളത്. വറാസത്തിന്റെ വിഷയം പറയുന്ന ആയത്തുകൾ അതെത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും. സാധാരണ നമുക്ക് യാസീൻ തിരിയും പോലെ ആയത്തുൽ അർദുൽ മൈതത്തു ഉണ്ട്, ആയത്തുൽ ലൈലി നസ്ലഖു ഉണ്ട്, ആയത്തുൽ മന്ന ഹമൽനയുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് യാസീൻ തീരും. മരിച്ച 3-ാം വാദ്യ കഴിഞ്ഞാൽ യാസീൻ തീരാതിരിക്കുകയും ചെയ്യും. അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ അതുപോലെ ഹാഫിളീങ്ങൾക്ക് തെറ്റുന്ന ഒരു ഭാഗമാണ് വറാസത്തിന്റെ, അനന്തരാവകാശത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഭാഗങ്ങൾ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയേ. മരിച്ച ആളുകളെ പറ്റി പറയുന്നതിൽ അല്ലാഹു തആല ഒരു പരിധി വെച്ചിട്ടുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്യമായി ഇത്ര കൊടുക്കണം. അവരുണ്ടെങ്കിൽ അവർക്ക് ഇത്രയേ ഉള്ളൂ, മറ്റവര് കൂടുതലുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. മാനുഷിക ബന്ധങ്ങൾക്ക് ഖുർആൻ വലിയ സ്ഥാനമാണ് കൊടുത്തത്. നമ്മളും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലാഹുമായിട്ടുള്ള കടമകളെ പാലിക്കുന്നതോടൊപ്പം പടപ്പുകളോടുള്ള വിഷയത്തിൽ ജാഗ്രത വേണേ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതെന്നറിയോ? അയ്യായയിലെ പ്രിയപ്പെട്ടവരെ, നമസ്കാരമാണല്ലോ ഒരു സത്യവിശ്വാസിയും ഒരു സത്യനിഷേധിയും തമ്മിൽ മറയ്ക്കുന്ന, അവർ രണ്ടുപേരെയും തമ്മിൽ വ്യത്യസ്തനാക്കുന്ന ഇബാദത്ത് നിസ്കാരമാണല്ലോ. ആദ്യമായിട്ട് നിർബന്ധമാകുന്ന നിസ്കാരമാണല്ലോ. ലോകം അവസാനിക്കുന്നത് വരെയും നിലനിൽക്കുന്നത് നിസ്കാരമാണല്ലോ. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തത് നിസ്കാരമാണല്ലോ. ആ നമസ്കാരത്തെ പറ്റിയല്ല ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തുള്ള
എന്നുള്ളത്. നോമ്പിനെ പറ്റിയല്ല, സകാത്തിനെ പറ്റിയിട്ടല്ല, ഹജ്ജിനെ പറ്റിയല്ല. ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്നറിയോ? വിശുദ്ധ ഖുർആനിലും മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാ ഒരൊറ്റ പേജുള്ള ഒരു ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചു. കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടത്. ഞാൻ തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ വാങ്ങിയത് ചിലപ്പോ 1000 രൂപയായിരിക്കും. തങ്ങൾ ഉസ്താദ് ഒരു പേപ്പർ എടുത്ത് കൃത്യമായി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ എഴുതണം, ഇത്രാം തീയതി ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നയാളിന് ഞാൻ ഇത്ര രൂപ കൊടുത്തു. നമ്മൾ ചോദിക്കും, ഇത്രയും വലിയ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ബുഖില് മാറിയില്ലേ എന്ന് ചോദിക്കും. 2000 രൂപ വാങ്ങിയപ്പോ 3 പേപ്പറിൽ എഴുതി വെച്ചിരിക്കുക 2 പേരുടെ സാന്നിധ്യത്തില്. നമ്മൾ അവനെ ബഖീൽ എന്ന് വിളിക്കില്ലേ ഒരാളെ? അല്ലെ, അങ്ങനെയല്ലേ വിളിക്കാറ്? 2000 രൂപ ഞാൻ ചോദിക്കും, പെട്ടെന്ന് എടുത്ത് പോവല്ലേ എന്ന് പറഞ്ഞ ഇതിലൊന്ന് ഒപ്പുവെച്ചേ, ഞാൻ എഗ്രിമെന്റ് എഴുതിയിരിക്കുകയാണ്, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറയും, ഓ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എടോ, അത് ഖുർആനിന്റെ അധ്യാപനമാണ്. അല്ലാത്തവർക്ക് പണി കിട്ടിയിട്ടുമുണ്ട്. ഖുർആന്റെ അധ്യാപനമാണത് അങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഏറ്റവും വലിയ ആയത്ത് കടം വാങ്ങൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആയത്താണ്. ഒറ്റ പേജാണ്. നിസ്കാരത്തെ പറ്റി പറഞ്ഞ എന്താ? അഖീമുസ്സലാ. ഒറ്റ വാചകം അല്ലേ? നോമ്പിനെ പറ്റി പറഞ്ഞ എന്താ? കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അങ്ങനെ സമാനമായ 1-2 ആയത്തുകൾ. ഹജ്ജിനെ പറ്റി പറഞ്ഞത് എന്താ? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹു തആല എല്ലാം ചുരുക്കി പറഞ്ഞു. മനുഷ്യരുമായി ബന്ധപ്പെട്ട കടം അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോഴോ ഒരൊറ്റ പേജ് നിറച്ച് അല്ലാഹുവിന്റെ ഖുർആൻ വാചാലമായി. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനുഷ്യരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ജാഗ്രത വേണമെന്ന, നമ്മൾ ആ വിഷയത്തിൽ സൂക്ഷിക്കണമെന്ന. ഇനി ഞാൻ പറയട്ടെ, ഏറ്റവും പ്രധാനമായി ഞാൻ ഉണർത്താനുള്ളത്, ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്തും അത് തന്നെയല്ലേ? നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാ? ഒരു മനുഷ്യനെ നമസ്കരിക്കുമ്പോൾ ആ നമസ്കരിക്കുന്ന മനുഷ്യന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നല്ലേ? ശരി തന്നെയാ. ഇഖ്ലാസ് അനുസരിച്ച് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നു. ഒരു അമലിൽ അല്ലാഹു കൊടുക്കുന്ന 10 അമലിന്റെ കൂലിയാ. ഇത് നിങ്ങളാണ് പ്രിയപ്പെട്ടവരെ. 100 രൂപ ബക്കറ്റിലിട്ടാൽ നിങ്ങൾക്ക് അല്ലാഹു എഴുതുന്നത് എത്രയെന്നറിയോ? 1000 എന്നാണ്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞവൻ അല്ലാഹു എഴുതുന്നത് 10 സുബ്ഹാനല്ലാഹ്. എന്നാൽ നോമ്പ് പിടിക്കുമ്പോഴും അങ്ങനെ തന്നെ, ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിലും അങ്ങനെ തന്നെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്തുണ്ട്. ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് അത് തന്നെയാണ്. അത് സക്കാത്തും അതുപോലെ സദഖയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹു പറയുന്ന വാക്ക് നിങ്ങളൊന്ന് കേൾക്കണേ. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അഥവാ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തിന്റെ ഉപമ എന്താണെന്നറിയോ? കമസലി ഹബ്ബത്തിൻ. ഒരു ധാന്യമണി പോലെയാണ്. അത് മണ്ണിൽ കുഴിച്ചു വെച്ചപ്പോൾ 7 കതിരുകൾ പൊട്ടിച്ചു. 7 കതിരുകൾ നെൽക്കതിരുകൾ വന്നു. മുളപ്പിച്ചതോ ഒരൊറ്റ നെൽമണിയാണ്. അത് കുഴിച്ചു വെച്ചിട്ട് വെള്ളമൊഴിച്ചപ്പോൾ സഹോദരങ്ങളെ 7 നെൽക്കതിരുകൾ അതിൽ നിന്ന് പൊട്ടി വരികയാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബാ. ഓരോ കതിരുകളിൽ 100 മണികളാണ് അല്ലാഹു കൊടുത്തത്. വെച്ചത് എത്ര? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരണോ? നിങ്ങളാണ് മിണ്ടായിരിക്കുന്ന. ഉറക്കം വരുന്നില്ലല്ലോ. 1 മണി വെച്ചു, 1 നെൽമണി വെച്ചു. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിച്ച് പരിപാലിച്ചു. അപ്പോഴേക്ക് അതിൽ വന്നതെന്താ? 7 കതിരുകൾ, 7 ശിഖരങ്ങൾ പൊട്ടി. പാടത്ത് നിങ്ങൾ നോക്കി അറിയാം, ഈ ഓരോ ശിഖരങ്ങളിൽ, ഓരോ കതിരുകളില് അല്ലാഹു തആല പറയുന്നു, മിഅത്തു ഹബ്ബ, 100 നെന്മണികളെ അല്ലാഹു തആല കൊടുത്തു. അപ്പൊ എത്രയായി?
ഒരു മണി വെച്ചു, നെൽമണി വെച്ചു. ആ നെൽമണി ഒരെണ്ണം വെച്ചപ്പോൾ അതിൽ 7 കതിരുകൾ പൊട്ടി. ആ 7 കതിരിലും ഓരോ കതിരിലും 100 നെൽമണികൾ വീതം. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 700 ഈ മലപ്പുറത്ത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. 700 നെൽമണികളായി. 700 എണ്ണം വെച്ചതെത്ര? 1. കിട്ടിയതെത്ര? 700. ഇതാണ് സ്വതക്ക കൊടുക്കുന്നതിന്റെ പുണ്യം. ഇതാണ് സ്വതക്ക കൊടുക്കുന്നതിന്റെ പുണ്യം. ഈ വിവരണം നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞില്ല. ആരെങ്കിലും നിസ്കരിച്ചാൽ, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അവന് 700 റക്അത്ത് നിസ്കരിച്ച കൂലിയാണെന്ന് ഖുർആനിലില്ല. ഒരു നോമ്പ് ഒടിച്ചാൽ അവന് 700 നോമ്പ് ഒടിച്ച കൂലിയാണെന്ന് ഖുർആനിലില്ല. ഒരു ഹജ്ജ് ചെയ്താൽ അവന് 700 ഹജ്ജിന്റെ കൂലിയാണെന്ന് ഖുർആനിലില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞത് ഇതൊക്കെ അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ, സക്കാത്തിന്റെ വിഷയം, സദക്കയുടെ വിഷയം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു ഒരു നെൽമണി വെക്കുന്നവനെ പോലെയാണ്. 7 കതിര് പൊട്ടി, ഓരോ കതിരിലും 100 നെൽമണി വീതം. 700, ഒന്നിന് 700 പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നു. ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടല്ല പറഞ്ഞതാ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ടല്ലേ അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ നിയമം എന്താണ്? അതിനു മുമ്പുള്ള വുളുവിന്റെ നിയമം എന്താണ്? വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ അവസ്ഥ, ഒരു വലിയ മുറിവ് കയ്യിൽ പറ്റി ഒരിക്കലും കഴുകാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം നനഞ്ഞു പോയാൽ ശരീരത്തിന്റെ അവയവത്തിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന് വിദഗ്ധനായ നിപുണനായ ഡോക്ടർ പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിയമം വന്നില്ലേ? ഫതയമ്മമൂ, നിങ്ങൾ വെള്ളം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മണ്ണെടുത്ത് തയമ്മം ചെയ്യുക. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയം നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിന്ന് നിസ്കരിച്ചോ. ഇനി നിൽക്കാൻ പറ്റും, പക്ഷേ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാനേ പറ്റോളെങ്കിൽ നീ ഇരുന്ന് നിസ്കരിച്ചോ. എല്ലാത്തിനും അല്ലാഹു തആല നിസ്കാരത്തിൽ ഇളവ് തന്നല്ലോ. 4 നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 നിസ്കരിക്കാൻ ഖസറല്ല തന്നില്ലേ? ജംഅ അല്ലാഹു തന്നില്ലേ? എല്ലാ ആനുകൂല്യങ്ങളും അല്ലാഹു തന്നു. നോമ്പിന്റെ വിഷയം വരുമ്പോ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചാ മതി. വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു നിനക്ക് പട്ടിണി കിടക്കാൻ പാടില്ല, വെള്ളം കൃത്യമായി കുടിച്ചില്ലെങ്കിൽ നിനക്ക് അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ നോമ്പ് നിനക്ക് വിടാമല്ലോ. യാത്ര ചെയ്യുന്നവന് നോമ്പില്ലല്ലോ. അവിടെയും അല്ലാഹു നോമ്പിന് അവിടെ ആനുകൂല്യം കൊടുത്തു. എന്നാ സഹോദരങ്ങളെ, ഹജ്ജിന്റെ വിഷയം നിങ്ങൾ നോക്ക്. അവന് പോകാൻ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവന് ഒത്തുവരുമ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അവന് യാത്രാ സൗകര്യം, അവന്റെ ആരോഗ്യം, അവന് സമ്പത്ത്, ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അവന് ഹജ്ജ് നിർബന്ധമാവുകയാ. എന്നാ സക്കാത്തിന്റെ വിഷയത്തിന് നിങ്ങൾ നോക്ക്. വർഷം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ ആനുകൂല്യങ്ങൾ അല്ലാഹു ഒന്നൊന്നായി നമ്മുടെ ഇബാദത്തുകളിൽ തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല യാതൊരു ആനുകൂല്യം തരാത്തൊരു വിഷയം ഏതാണ്? അത് പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹുവേ, ഞാൻ അവനൊരു 10 മിനിറ്റ് പരദൂഷണം പറഞ്ഞോട്ടെ? അനുവാദമില്ല. ഞാൻ എന്തെങ്കിലും അവനെ പറ്റി പറഞ്ഞോട്ടെ? ചില ആളുകൾക്കുണ്ടല്ലോ, അതൊരു ഹോബിയാണ്, എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ അങ്ങനെ ആഗ്രഹമുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ പൊടിക്കൈ പറഞ്ഞു തരാം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, JCBയുടെ പല്ലുകൊണ്ട് ഈ മാന്തി കൊടുത്താലും നാക്കിന്റെ കടി മാറൂല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അതെന്നറിയോ? ഒരിക്കൽ ഒരു മഹാൻ തന്റെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഉടൻ എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും പറ്റി ജനങ്ങളുടെ മുമ്പ് ചെന്ന് ഞാൻ പറയും. നാട്ടുകാരെ മുഴുവനും വിളിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പ അങ്ങനാണ്, അയാളെ കണി കാണാൻ കൊള്ളൂല, അയാള് പ്രശ്നക്കാരനാണ്, എന്റെ ഉമ്മ അങ്ങനാണ്, എന്റെ ഭാര്യ ഇങ്ങനാണ്, എന്റെ മക്കൾ അങ്ങനാണ് എന്ന് സ്വന്തക്കാരെ പറ്റി ഞാൻ പറയും എന്നാ മഹാൻ പറഞ്ഞു.
അപ്പൊ കൂടെ നിന്നവര് ചോദിച്ചു, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പൊ എന്താ ഈ മഹാൻ പറഞ്ഞെന്നറിയോ? എടോ, നീ കേട്ടിട്ടില്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്, നമ്മൾ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ അമലുകളെല്ലാം എടുത്ത് അള്ളാഹു അവർക്ക് കൊടുക്കും. അല്ലേ? നമ്മുടെ അമലുകളും സകലതും എടുത്ത് അള്ളാഹ് അവർക്ക് കൊടുക്കും. എന്നിട്ട് തീർന്നു, നമ്മുടെ അമലുകൾ തീർന്നു എന്ന പറഞ്ഞത് ഇനിയും ബാക്കി കിടക്കുകയാണ്. നീ എന്താ ചെയ്യാ? ആ പറയപ്പെട്ടവന്റെ സകല തിന്മകളും എടുത്ത് അള്ളാഹു നമ്മളെ തലയിൽ വെച്ച് തരും. ഇത് സഹീഹായ ഹദീസാണല്ലോ. അപ്പൊ ഈ മഹാൻ ചോദിക്കാൻ, ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഓടി പിടച്ച് എന്റെ ജീവിത യാത്രകളിൽ ഒരു വഖത്ത് മുടങ്ങിയിട്ടില്ല, റവാത്തിബ് മുടക്കിയിട്ടില്ല, ഞാൻ ചൂടുള്ള ദിവസങ്ങളിൽ പോലും നോമ്പ് ഒഴിവാക്കിയിട്ടില്ല, ത്യാഗം ചെയ്ത് ഞാൻ ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്തിനു നാട്ടുകാർക്ക് കൊടുക്കണം? അത് കൊടുക്കുന്നെങ്കിൽ കിട്ടുന്നെങ്കിൽ എന്റെ വാപ്പാക്ക് തന്നെ ഇരിക്കട്ടെ. എന്റെ നിസ്കാരവും നോമ്പും ഒക്കെ ആർക്കിരിക്കണം? എന്റെ ഉമ്മാക്കിരിക്കട്ടെ. രക്ഷപ്പെടണമെങ്കിൽ അവര് രക്ഷപ്പെട്ടോട്ടെ, നാട്ടുകാരെന്തിനാ രക്ഷപ്പെടുന്നത്? കിട്ടുന്നെങ്കിൽ എന്റെ ഉമ്മച്ചിക്ക് ഇരിക്കട്ടെ, എന്റെ വാപ്പയ്ക്ക് ഇരിക്കട്ടെ. ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് ഞാൻ പറയണമെന്ന് എനിക്ക് മനസ്സ്, ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയണമെന്ന് എനിക്കൊരു മോഹം തോന്നിയാൽ ഞാൻ വാപ്പായെ പറ്റി എല്ലാവരോടും പറഞ്ഞു നടക്കും. അതാണ് ഇതിനൊരു പരിഹാര മാർഗം. നമ്മള് ഒരാളെ പറ്റി ഒന്നും പറയണ്ട. അല്ലാഹു തആല ഒരു ആനുകൂല്യവും നമുക്ക് ആ വിഷയത്തിൽ തന്നിട്ടില്ല. ഒരാളെ പറ്റി പറയാനുള്ള ആനുകൂല്യവും നമുക്ക് അല്ലാഹു തന്നിട്ടില്ല. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായ എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ അതോട് ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിക്കുകയാ. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന ആ നമസ്കാരത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ട്, നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവന് നരകമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്? സമയത്ത് നിസ്കാരമില്ലാത്തവന് അല്ലാഹു കൊടുക്കുന്ന നരകം തന്നെയാണ്. നിസ്കാരത്തിൽ അലംഭാവമുള്ളവന് അല്ലാഹു കൊടുക്കുന്ന നരകം തന്നെയാ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ യാതൊരു സൂക്ഷ്മതയും ഇല്ലാത്തവൻ അല്ലാഹു കൊടുക്കുന്നത് നരകമാ. അതും വൈൽ എന്ന് പറയുന്ന നരകമാണ്. എന്താണ് വൈൽ എന്ന നരകത്തിന്റെ പ്രത്യേകത അറിയോ? ഓരോ നരകത്തിനും അല്ലാഹു തആല പ്രത്യേകം പദവികൾ കൊടുത്തിട്ടുണ്ട്. വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത എന്താ? ഈ വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത, ആ സ്ഥലം പോലും അല്ലാഹുവിനോട് ദിവസവും കാവല് തേടുകയാണ്. ആ സ്ഥലം അല്ലാഹുവിനോട് കാവല് തേടുന്നു. റബ്ബേ, ചൂട് താങ്ങാൻ പറ്റുന്നില്ല, അതിന്റെ വല്ലാത്ത വേദന എനിക്കുണ്ട് എന്ന് ആ നരകമെന്ന ആ വൈലെന്ന് പറയുന്ന പ്രദേശം തന്നെ അല്ലാഹുവിനോട് പരാതി പറയുന്ന, പടച്ചവനോട് കേണപേക്ഷിക്കുന്ന അവസ്ഥയാണത്രേ. അത്രയും കഠിനമായ കഠോരമായ ചൂടാണ്, അത്രയും വലിയ നാശമായ ആ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ. അതാർക്കാണ് പെങ്ങളെ അല്ലാഹു കൊടുക്കുന്നതെന്നറിയോ? അലംഭാവത്തോടെ നിസ്കാരം നിർവഹിക്കുന്നവര്, നിസ്കാരത്തിൽ മടിയുള്ളവര്, നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവന്, അല്ലാഹു പറഞ്ഞ നമസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് മാറിയിട്ടതിനെ ഒഴിവാക്കുന്നവര്, അവന് നരകമാണെന്ന് പറഞ്ഞിട്ടല്ല നിർത്തുന്നില്ല. അല്ലാഹു ആ വൈലെന്ന നരകം കൊടുക്കുന്നത് നിസ്കാരമില്ലാത്തവന് മാത്രമല്ല, പിന്നെ ആർക്കാണ്? അല്ലാഹു പറയുന്നു, പരോപകാര സാധനങ്ങൾ കൊടുക്കാത്തവർക്ക്. എന്റെ സഹോദരിമാരെ നന്നായിട്ട് കേട്ടോളി. അപ്പുറത്തെ വീട്ടിലെ ഏതോ ഒരു ഗസ്റ്റ് വന്നു. ആ സമയത്ത് ആ ഗസ്റ്റ് വന്നപ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ അധികം ആളുകൾ വന്നപ്പോ അവർക്കും കൂടി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയ പാത്രം അവരുടെ വീട്ടിലില്ല. ആ പാവപ്പെട്ട സ്ത്രീ വന്നിട്ട്, നമ്മുടെ വലിയ കൊട്ടാരമല്ലേ, എല്ലാ ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു പാത്രം ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. നിസ്സാരമായ ഒരു പാത്രം, നമുക്ക് യാതൊരു നഷ്ടമില്ലാതെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് പറയാണ്, അങ്ങനത്തെ ഒരു പാത്രം ഇവിടെ ഇല്ലടി, ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ.
അള്ളാഹുവിന്റെ ഖുർആൻ യാതൊരു മറയില്ലാതെ പറയട്ടെ, അള്ളാന്റെ ഖുർആൻ പറയുന്നു ഫവൈൽ, അവൾക്കും നരകമാണ്. നമ്മൾ കരുതി എന്താ, കള്ളു കുടിക്കുന്നവന് നരകം, പലിശ വാങ്ങുന്നവന് നരകം, അല്ലേ, പരദൂഷണം പറയുന്നവന് നരകം. അല്ല പെങ്ങളെ, അല്ല. പരോപകാര സാധനങ്ങൾ തടയുന്നവർക്ക് അത് പാത്രമെന്നല്ല മുഫസ്സിരീങ്ങൾ അതിന് ഉദാഹരണം കൊടുത്തത്. എന്താണെന്നറിയോ? ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് തേടി വന്നു നമ്മുടെ വീട്ടിന്റെ അയൽവാസി, ഒരു സ്പൂണിങ് തരുവോ? അല്ലെങ്കിൽ ഒരു സൂചി, എന്തെങ്കിലും ഒരു വസ്ത്രത്തിൽ ഒരു കേടുപാട് സംഭവിച്ചപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചി, ഒരു നൂല്, ഇത് ചോദിച്ചിട്ട് വരുമ്പോ ഒരു പെണ്ണ് നമ്മളടുത്ത് ചോദിച്ചു, ഒരു ചെറിയ പേപ്പർ നമ്മളടുത്ത് ചോദിച്ചു, കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ലാത്തൊരു സംഗതിയാണ്. അത് നമ്മളെ തടഞ്ഞു വെച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫവൈലുൻ, അവന് നരകമാണ്. എന്താ കരുതിയത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണെന്നാ കരുതിയത്. ഇന്ന ദീന യുസുറൻ, അള്ളാഹുവിന്റെ ദീന് സിമ്പിൾ തന്നെയാ. പക്ഷേ അത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം ഇതൊക്കെ നമുക്ക് കഴിയുന്നതാണ്. ഒരാള് വന്നിട്ട് നമ്മളൊക്കെ ഓഫീസിലൊക്കെ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, ഒരു പെണ്ണുങ്ങരോ ഒരു സൈൻ ചെയ്തിട്ട് അങ്ങ് തരാം. നമ്മൾ പറയാണ്, ആ ഇല്ല, മഷിയില്ല, ഇത് കുറെ ദിവസം കൊണ്ട് തെളിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ല. എന്താ നഷ്ടപ്പെടുന്നതെന്നറിയോ? അവന്റെ ഉദ്യോഗം ചിലപ്പോൾ നഷ്ടപ്പെടാം, അവന്റെ മകൾക്ക് കിട്ടാനുള്ള സമ്പത്ത് നഷ്ടപ്പെടാം, അവന്റെ ഭാര്യയ്ക്ക് ആനുകൂല്യം കിട്ടേണ്ടത് തടയപ്പെടാം. ആ ഒരു സൈൻ സമയത്ത് നടക്കാത്തതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണല്ലോ. ഇവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് തങ്ങളെ കൈവിട്ട് കൊടുത്ത് തങ്ങളൊരു ഒപ്പിട്ട് ഇങ്ങോട്ട് വാങ്ങി വേറൊരു ഒപ്പിട്ട് കഴിഞ്ഞാൽ അവന് 50,000 രൂപ കിട്ടേണ്ടതാണ്. പറയുന്ന എന്താ ഉദ്യോഗസ്ഥര്? ഓ എന്റെ പൊന്നമ്മോ, ഓരോ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ തലക്കനം വല്ലാത്തൊരു തലക്കനോ. അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അത് നോക്കിയിട്ട് വളരെ അധികാരം കയ്യിലുള്ളപ്പോ അങ്ങനെയാണല്ലോ. ഒരു 10-ാം തീയതി കഴിഞ്ഞിട്ട് വായോ, സിമ്പിളാണ്. എടുത്ത് അപ്പുറത്തെ മേശയിലിട്ടിട്ട് അവിടെ ഇരിക്കുന്ന ആളിനെ കൊണ്ട് ഒരു സൈൻ വാങ്ങി ഇപ്പുറത്തേക്ക് കൊടുത്ത് അതിനൊരു സീലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷയം തീർന്ന്. നമ്മൾ കയറണ്ട, ഇറങ്ങണ്ട, ഓടണ്ട, പേടിക്കണ്ട, ഒന്നും വേണ്ട. അത് ചെയ്തു തരാനുള്ളൊരു മനസ്ഥിതി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവരെന്താ പറയുന്നത്? പോയിട്ട് വാ, 10-ാം തീയതി കഴിഞ്ഞു വാ, അപ്പോഴേക്ക് ശരിയാക്കി വെക്കാം. ഈ ഫയല് ഇവിടുന്ന് തൊട്ടപ്പുറത്തിരിക്കുന്ന ടേബിളിലേക്ക് പോകാൻ 10 ദിവസം കഴിയും. അതെങ്ങനെയാണ്? 10ന്റെ നവംബരും. എന്നിട്ട് എന്റെ ഫയല് നീങ്ങിയോന്ന് ചോദിക്കും. ആ നിങ്ങളുടെ ഫയൽ നമ്പർ എത്രയാ? ഇത്ര. അതാ ഇരിക്കുന്നു. ശരി നിങ്ങൾ പോയി പുറത്തിരുന്നോ, ഞാൻ ഇപ്പൊ വിളിക്കാം. അപ്പോഴാണ് എടുത്ത് അപ്പുറത്തിട്ട് കൊടുക്കുന്നത്. അപ്പോഴൊപ്പിട്ട് പുറത്ത് തരും. ഈ 10 ദിവസം എന്തിനാ കാത്തിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോൻ ഇങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെട്ടുപോകുമ്പോ ന്യായമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോനെ ഇവൻ എങ്ങനെയെങ്കിലും എന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം നീ ഉണ്ടാക്കി കൊടുക്കണേ തമ്പുരാനെ എന്ന് ചിന്തിച്ച്. മനുഷ്യനാണല്ലോ നമ്മള്, വിട്ടുവീഴ്ചയൊക്കെ നല്ലതാ. ചിലപ്പോ പെട്ടുപോകും സഹോദരങ്ങളെ. ചില സമയത്ത് അങ്ങനെയാണ്. ഒരു അക്ഷരം അതാ വായി നോക്കി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കും. പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടത് മൊത്തം നമ്മളാ. അതിന്റെ പിന്നാലെ നടക്കേണ്ടത് നമ്മളാണ്. ആ നിലയില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് വന്നിട്ട് ഒരു ജസ്റ്റ് ആ പെണ്ണൊന്ന് തരുവോ എന്ന് ചോദിക്കുമ്പോ അതിനെ നിഷേധിക്കുന്നവൻ അല്ല കൊടുക്കുന്ന ഗിഫ്റ്റ് വൈൽ എന്ന് പറയുന്ന നരകമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉഹദിന്റെ രണാങ്കണത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടക്കുകയാ. ആ സമയത്താണ് ഒരു സഹാബി, ആ സഹാബിയുടെ ശരീരത്താകമാനം മണലാണ്. അദ്ദേഹത്തിന്റെ ശരീരം അതാ കബന്ധമായി ശിരസ് ഉടലിൽ നിന്ന് വേർപെട്ട് കിടക്കുമ്പോൾ ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടേറ്റുകൊണ്ട് കിടക്കുന്ന സഹാബിയുടെ അടുത്തെത്തുമ്പോൾ കാരുണ്യത്തിന്റെ തിരുദൂതര് കരഞ്ഞു പോവുകയാണ്. കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടം വന്ന കാര്യം എന്തെന്നറിയോ? ഹബീബായ നബി തങ്ങൾ ആ സഹാബിയുടെ ഖമീസ് ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ പട്ടിണി കിടന്ന പാവപ്പെട്ട സഹാബി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വയറ്റത്തൊരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. പട്ടിണിയാണ്, പരിവട്ടമാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ
വകയില്ല. ആ പ്രിയപ്പെട്ട സഹാബി പക്ഷേ അള്ളാന്റെ ദീനിനു വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ വിളി വന്നപ്പോൾ ചാടി എഴുന്നേറ്റുകൊണ്ട് ദീനിനു വേണ്ടി പോരാടാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട സഹാബിയാണ്. ആ സഹാബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ള കരയുകയാ. അപ്പോഴാണ് രണാങ്കണത്തിലേക്ക് ഒരു സ്ത്രീ ഓടി വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആ സ്ത്രീ ഓടി വന്നിട്ട് ആ പൊന്നുമോന്റെ ശിരസെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് മുഖത്ത് നിന്ന് മണൽ നീക്കുകയാ. എന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, ഹനി അല്ലക്കയാ ബുനയ്യൽ ജന്ന. പൊന്നുമോനെ സന്തോഷിക്കടാ, നിനക്ക് സ്വർഗം അല്ലാഹു തന്നിട്ടുണ്ടല്ലോ, നിനക്കല്ല സ്വർഗം തന്നല്ലോ, സന്തോഷിക്ക് മോനെ സന്തോഷിക്ക്. റസൂലുള്ളാഹിന് മനസ്സിലായി വന്നത് ഉമ്മയാണെന്ന്. ആ സഹാബിയോട് ശരീരമെടുത്ത് തലയെടുത്തിട്ട് മടിത്തട്ടിൽ വെച്ച് തലോടിയിട്ട് നിനക്ക് സ്വർഗമുണ്ട് മോനെ എന്ന് പറഞ്ഞ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് കാരുണ്യത്തിന്റെ തിരുദൂതര് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഉമ്മാ, ഈ മോന് സ്വർഗത്തിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ആ ഉമ്മ ഞെട്ടിപ്പോയി. ഉഹദിലെ ആ സംഭവം രക്തസാക്ഷിയാണ് പൊന്നുമോൻ. ഉമ്മയുടെ സ്നേഹലാളനയേറ്റ പൊന്നുമോനാ. കാരണമുണ്ടായിരുന്നു യുദ്ധത്തിൽ പങ്കാളിയാകാതിരിക്കാൻ പട്ടിണിയ. ആ സമയത്ത് പോലും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടാമെന്ന പ്രിയപ്പെട്ട അനുചരനെ ബുനയ്യൽ ജന്ന, സ്വർഗം നിനക്കുണ്ട് പൊന്നുമോനെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തുറപ്പാണ് ഈ മോൻ സ്വർഗത്തിൽ പോകുമെന്ന്? ആ ഉമ്മ സംഭീതയായി പരിഭ്രമചിത്തയായി റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുന്നു. നബിയേ, എന്റെ മോന് സ്വർഗമില്ലേ? ഉഹദല്ലേ രണാങ്കണം, എന്റെ മോന് സഹാബിയല്ലേ, ഞാൻ എന്റെ പൊന്നുമോനെ ഇഷ്ടപ്പെടുന്നില്ലേ? പട്ടിണി കിടന്ന മോനല്ലേ ദീനിനു വേണ്ടി പോരാടി മരിച്ചത്? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ മകൻ തനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാധനം മറ്റൊരാൾക്ക് ഉപകാരത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതാണ് ചോദ്യം. ഒരു നഷ്ടമില്ല എനിക്ക് യാതൊരു നഷ്ടമില്ല കൊടുക്കുന്നത് കൊണ്ട്. ഞാൻ മഴ പെയ്തപ്പോ ഒരു കൊടയും ചൂടിതാ പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ വണ്ടിയിലേക്ക് പോവാൻ, ഇവിടെ മണിക്കൂറായി ഒരു സഹോദരൻ നിൽക്കാൻ. അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യമുണ്ട്, അദ്ദേഹത്തിന് മഴ നനഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തെ ആ ചൂടിയ കൊടയിൽ അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിയിട്ട് ഇവിടെ നിന്നൊരു 25-30 ചുവടങ്ങോട്ട് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് അള്ളാഹു തരുന്ന കൂലി എത്ര വലുതാ. ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ട് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എങ്ങനെ സ്വർഗം കിട്ടും? രക്തസാക്ഷിയായിട്ട് ഉഹദിലെ ഉമ്മയുടെ പ്രേമഭാജനത്തിന് പട്ടിണി കിടന്നിട്ട് രണാങ്കണത്തിൽ വന്ന പൊന്നുമോനെ, അള്ളാന്റെ റസൂല് ആ ശരീരം കണ്ടിട്ട് കരഞ്ഞ ആ പ്രിയപ്പെട്ട സഹാബി വര്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് പറഞ്ഞ ആ സഹാബി അങ്ങനത്തെ ആളാണെന്നല്ല, ഇങ്ങനെയുള്ള സ്വഭാവമില്ലാത്തവർക്ക് സ്വർഗം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു പ്രക്രിയ, ക്രിയാത്മക ഇടപെടൽ, അത്രേ ഉള്ളൂ. അല്ലാതെ ആ സഹാബി അങ്ങനത്തെ ആളായത് കൊണ്ടല്ല. അതുകൊണ്ട് ഒരു നഷ്ടവും നമുക്കില്ലാത്തത് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തിയ ഏത് വിഷയങ്ങളെടുത്ത് ഏതെല്ലാം കൂട്ടിയും കിഴിച്ചും നമ്മൾ നോക്കിയാലും ഗുണിച്ചും ഹരിച്ചും നോക്കിയാലും എന്റെ സഹോദരങ്ങളെ, പടപ്പുകളോടുള്ള ബന്ധം സുദൃഢമാക്കാതെ അല്ലാഹുവിന്റെ പ്രീതിയും പടച്ചോന്റെ സ്നേഹവും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളാം. സ്വർഗമാണല്ലോ എല്ലാവരുടെയും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ? സ്വർഗം വേണം. അതിനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്വർഗം കിട്ടണമെങ്കിൽ ഒരു ഗിരിമാർഗം താണ്ടിക്കടക്കണം. മലമ്പാത, ഗിരിമാർഗം താണ്ടിക്കടക്കണം. കഠിനമായ കാട്ടുപാത, അത് താണ്ടിക്കടക്കാതെ സ്വർഗം കിട്ടൂല. സഹോദരിമാര്, കോറിയിട്ടോ നിങ്ങളുടെ മനസ്സിൽ. ഇസ്ലാമില്, വിശുദ്ധ ഖുർആനിലെ, ദീനില് സ്വർഗത്തിന്റെ പാത അത് കഠിനമാണ്, കാട്ടുപാതയാണ്, കഠോരമാണ്, മലമ്പാതയാണ്, ഗിരിമാർഗമാണ്. മറിച്ച് നരകത്തിന്റെ പാതയോ സിമ്പിളാണ്, രസമാണ്. വാള് കേൾക്കാൻ വരാതെ ഗാനമേള കേൾക്കാൻ പോയാൽ മതി.
വഅള് കേൾക്കാൻ വന്നാലോ 2 മണിക്കൂർ ഈ ഖുർആൻ മൊത്തത്തിൽ കേൾക്കണം. പിന്നെ അവസാനം തങ്ങൾ ചോദിക്കുമ്പോൾ 6666 കൊടുക്കണം. ഇങ്ങനെയൊക്കെ എന്ത് ബുദ്ധിമുട്ടാ. പക്ഷേ ഏതെങ്കിലും ഗാനമേളയ്ക്ക് പോയാലോ 5 രൂപ കൊടുക്കണ്ട, അവിടെ ഇരുന്നിട്ട് കൂടെ ആടാം, കൂടെ പാടാം. എന്ത് രസമാണ്, സമയം പോണത് അറിയൂല. സ്വർഗത്തിന്റെ പാത കാട്ടുപാതയാണ്, ഗിരിമാർഗമാണ്, മലമ്പാതയാണ്. നരകത്തിന്റെ പാതയോ സിമ്പിളാണ്, രസകരമാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആരാവോ ആഗ്രഹിക്കുന്നത്, അവര് മലമ്പാറ താണ്ടിക്കിടക്കണമെന്നാണ്. ഏതാണ് മലമ്പാറ എന്നറിയോ? ആ സ്വർഗത്തിലേക്കുള്ള പാതയാകുന്ന മലമ്പാറ ഏതാണെന്നറിയുമോ നബിയേ? കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കല, പീഡിപ്പിക്കപ്പെടുന്നവന്റെ പീഡനം മാറ്റാൻ സഹായിക്കല, തടവിൽ കഴിയുന്നവനെ തടവിൽ നിന്ന് മോചിപ്പിക്കല. അല്ലാഹു പറയുന്നു, പട്ടിണിയുടെ നാളുകളിൽ ഭക്ഷണം നൽകലാണ്, പട്ടിണിയുടെ നാളുകളിൽ ഭക്ഷണം നൽകലാണ്. അടുത്ത അഗതികൾക്ക് അതുപോലെ അനാഥ മക്കൾക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കലാണ് വിശപ്പിന്റെ നാളുകളില്. വീണ്ടും അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മുഅ്മിനാകണമെന്നല്ല, അത് പടച്ചവനോട് ബന്ധപ്പെട്ട കാര്യമാ. ഇവിടെ പറഞ്ഞത് മുഅ്മിനീങ്ങളായ ഒരു സമൂഹത്തോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക. അവിടെ സഹോദരങ്ങളെ, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈമാൻ വേണമെന്നല്ല, ഈമാനുള്ള ഒരു സമൂഹത്തോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമാ. കരുണയോടെ, കാരുണ്യത്തോടെ, ക്ഷമയോടെ, അവധാനതയോടെ എല്ലാവരുമായിട്ട് നിങ്ങൾ ചങ്ങാത്തം കാണിക്കുക. ഇതെല്ലാം നോക്കണേ, സ്വർഗത്തിന്റെ പാതയുടെ അടയാളങ്ങളാ, ഗിരിമാർഗം താണ്ടിക്കടക്കാനുള്ള കാര്യങ്ങളാ. സ്വർഗമെന്ന മാർഗത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാണ്. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റല്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം മാറ്റല്, ഇല്ലാത്തവന് കഴിക്കാൻ കൊടുക്കല്, ഒരു സമൂഹത്തിന്റെ അംഗമായി മാറല്, പരസ്പരം സ്നേഹവും സന്തോഷവും വാത്സല്യവും പ്രകടിപ്പിക്കല്, ക്ഷമയോടെ എല്ലാവരുമായിട്ട് നേരിട്ട് കഴിയല്. ഇതെല്ലാം പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യമാ. ഈ പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കാണ് സ്വർഗത്തിന്റെ പാതയം അല്ലാഹു പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും വലിയ കാര്യം മാനവിക മൂല്യം മുറുകെ പിടിക്കല, മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചേർത്ത് നിർത്തല. അല്ലാതെ നമ്മൾ പടച്ചവനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കഴിയലല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 2 കാര്യങ്ങൾ അല്ലാഹുവിനെ പറ്റിയും പടപ്പുകളെ പറ്റിയും പറഞ്ഞു. എന്താണെന്നറിയോ? എപ്പോഴും പടച്ചവനെ പറ്റി നല്ല ധാരണ നമുക്കുണ്ടാകണം, അല്ലാഹുവിനെ പറ്റി നല്ല ധാരണ നമുക്കുണ്ടാകണം. രോഗം തരുന്നതല്ല, സങ്കടം തരുന്നതല്ല, വിഷമം തരുന്നതല്ല, ദാരിദ്ര്യം തരുന്നതല്ല. എന്നെ മാത്രം എന്തിനല്ല ഇങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് ചിന്തിക്കല്ലേ. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷണം കൊടുക്കും. അല്ലാഹുവിനെ പറ്റി നല്ല ധാരണ നമുക്കുണ്ടാകണം. നല്ല ധാരണ വേണം. എപ്പോഴും പടച്ചോനെ പറ്റിയിട്ട് ബാബരി മസ്ജിദ് പോയി, ഗ്യാൻബാബി മസ്ജിദിൽ അങ്ങനെ പൂജ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഅൂനത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന പൊന്നാനിക്ക് വേണ്ടി അവകാശം പറയുന്നു. ഇതെല്ലാം നടക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങൾ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് നീ ഞങ്ങളുടെ പള്ളികള് എന്തിനാ നീ മറ്റുള്ളവർക്ക് പൊളിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹിന്ദുത്വവാദികളുടെ ശാഖ കെട്ടാൻ കൊടുക്കുന്നത്? അല്ലാഹുവേ, എന്താ നീ ഇങ്ങനെ കാണിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത വേണ്ട. എന്റെ റബ്ബിന്റെ പരീക്ഷണം ഇതേ വാക്കല്ലേ അടിമകളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? എല്ലാവരും
എല്ലാവരെ പറ്റിയും നല്ലത് ഭാവിക്കുക, അള്ളാനെ പറ്റിയും നല്ലത്, ജനങ്ങളെ പറ്റിയും നല്ലത്, നല്ല ചിന്ത. ആ ചിന്തയിലാകണം നമ്മുടെ ജീവിതം ഒഴുകേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമൂഹം ഇതിനകത്തുണ്ട്. ഇരിക്കുന്ന ഇത്രയും ആളുകൾ, ഇത്രയും സ്ത്രീകളിൽ, താഴെ മോളിലായിട്ടൊക്കെ സ്ത്രീകൾ ഇരിപ്പുണ്ട്. ഇത്രയും സ്ത്രീ പുരുഷന്മാരിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരോടെന്നറിയോ? ആരോടാ? അഹബ്ബുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിന് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടരാരാ? അൻഫഉഹും ലിന്നാസി, നിങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളവരാരാ? അവരാണ്. ഭാര്യക്കല്ല, മക്കൾക്കല്ല, വാപ്പാക്കല്ല, ഉമ്മാക്കല്ല, അന്നാസ്, ജനങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്കല്ല. അന്നാസ്, ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക്, മതമുള്ളവന്, ഇല്ലാത്തവന്, മുസ്ലിമിന്, അമുസ്ലിമിന്, എല്ലാവർക്കും ഉപകാരമുള്ളവനാരാണ്? അവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അല്ലാതെ അള്ളാന്റെ റസൂല് പറഞ്ഞോ, കൃത്യം ബാങ്ക് കേൾക്കുമ്പോ ഓടി പള്ളി കയറുന്നവനാണ് അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ? അല്ല. അഹബ്ബുന്നാസി ഇലല്ലാഹി, അല്ലാഹുവിന്റെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൻഫഉഹും ലിന്നാസി, അവരിൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളവരാണ്. പിന്നെ പറഞ്ഞു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതെന്നറിയോ? സുറൂറുൻ തുദ്ഖിലുഹു അലാ കുല്ലി മുസ്ലിമിൻ അലാ മുസ്ലിം, നീ ഒരു മുസ്ലിമിന് കൊടുക്കുന്ന സന്തോഷമാണ്. ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോ അവന് സന്തോഷം വരുമെങ്കിൽ എന്റെ അന്നത്തെ അമലിൽ ഏറ്റവും വലിയ അമൽ അതാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ? നിസ്കാരവും നോമ്പെന്നല്ലല്ലോ പറഞ്ഞത്. ജനങ്ങൾക്ക് സന്തോഷം വരുന്ന, മുസ്ലിമിന് സന്തോഷം വരുന്ന പ്രവൃത്തി അതാ ഞാൻ ഇന്ന് ചെയ്തത്. അതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ